ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ ടെന്നീസ് ക്രിക്കറ്റ് ബാറ്റ്, അതായത് സോഫ്റ്റ് ബോളിൻ്റെ ബാറ്റാണ്. ഇത് എങ്ങനെ കിട്ടുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കിട്ടുന്ന എന്തെന്ന് വെച്ചാൽ ഇതിന് കുറച്ചുകൂടി ബലം കിട്ടാണ്, അതായത് കുറച്ചുകൂടി എന്താ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഈ ബാറ്റ് അതിൻ്റെ ഉള്ളെടുത്തിട്ടല്ലേ ഇനി സ്കൂപ്പ് ചെയ്യാന്നാ പറയല്. അങ്ങനെ വെറുതെ പറയല്ലേ, നമ്മളിവിടെ സ്കൂപ്പ് ചെയ്ത ബാറ്റ് എന്നാ പറയല്. അപ്പോൾ ഇതിൻ്റെ ഉള്ളെടുത്തിട്ടല്ലേ, അപ്പോൾ ഇതിനൊന്ന് കുറച്ചുകൂടി ഇത് കളിക്കുന്ന സമയത്ത് പൊട്ടി പോവാണ്ട് അല്ലെങ്കിൽ വിള്ളൽ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇതുപോലെ ഇതാ ഈ കാണുന്ന പോലെ നമ്മൾ ബാറ്റ് ഒന്ന് കിട്ടും. അപ്പോൾ ഇന്ന് ആ കിട്ടുന്ന വീഡിയോ എങ്ങനെയാണെന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിന് ആവശ്യം കുറേ സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഒരു ഗമ്മ്, ഒരു നൈലോണിൻ്റെ ത്രെഡ്, ഇത്രയും കാര്യങ്ങൾ ആവശ്യമുള്ളൂ. അപ്പോൾ അത് കാണാം, എന്താണെന്ന് വെച്ചാൽ കാണാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫെവിക്കോളിൻ്റെ വുഡ്ഫിൽ എന്ന് പറഞ്ഞൊരു ഗമ്മാണ്. അപ്പോൾ കുറച്ച് നല്ല പവർഫുൾ ആയിട്ട്. പിന്നെ ഈ നൈലോണിൻ്റെ ത്രെഡ്, ഇത് നമുക്ക് തന്നെ ഈ ബാറ്റിൻ്റെ മാനുഫാക്ചേഴ്സിനോട് ചോദിച്ചാൽ കിട്ടും. നല്ല ത്രെഡാണ്. പിന്നെ അപ്പം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് കാണാം. വളരെ സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് എല്ലാവർക്കും ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. ഒരു നൂല്, ഈ നൈലോണിൻ്റെ നൂലെടുത്തിട്ട് നമ്മൾ ഈ രീതിയിൽ പിടിക്കുന്നത്. സിമ്പിളായിട്ട് ഇത് ഇവിടുന്ന് ഇങ്ങനെ മടക്കി ഇതുപോലെ ഈ രീതിയിൽ പിടിക്കുന്നത്. ഓക്കെ, പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ എവിടെയെല്ലാം സ്പോട്ട് ചെയ്യണം, നമ്മൾ എവിടെയെല്ലാം നമുക്ക് കെട്ടേണ്ടത് വേണ്ടത് സ്പോട്ട് ചെയ്തി. ഇപ്പോൾ ഓൾറെഡി ഒരു കെട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ താഴെ പിടിക്ക് ചേർന്നിട്ട് ഈ കെട്ട് വന്നില്ലേ, അപ്പം ഞാൻ ഇതിന് തൊട്ട് കുറച്ച് പൊട്ടിച്ച് ഇവിടെ ഒരു കെട്ട് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഉള്ളിൽ തീരെ ഇല്ലാത്തൊരു ഏരിയ ആണ്. അപ്പോൾ ഇതുപോലെ ഈ നൂലിങ്ങനെ മടക്കിയിട്ട് സിമ്പിളായിട്ട് കണ്ടത് മനസ്സിലാവുന്നില്ല വീഡിയോയിൽ. ഇതുപോലെ മടക്കിയിട്ട് ഇതിങ്ങനെ പിടിക്കുക. ഈ വശം ഇതുപോലെ ഞാൻ പലരും പല രീതിയിൽ അല്ലേ. അപ്പം പലരും പല രീതിയിൽ കെട്ടുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന രീതി ഇതാണ് നമുക്ക് ഏകദേശം എല്ലാവർക്കും നല്ല എളുപ്പത്തിൽ കുറച്ചുകൂടി നല്ല ബലത്തിൽ നിൽക്കുന്നൊരു, നമുക്ക് അധികം കൺഫ്യൂഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇതുപോലെ നമ്മൾ ഒരു പ്രാവശ്യം ചുറ്റി, രണ്ടാമത്തെ പ്രാവശ്യം ചുറ്റി. അപ്പം ഇതിൻ്റെ അലൈൻമെൻറ്റ് നോക്കണേ. നമുക്ക് പുറമേ കുറച്ച് കാണാൻ വൃത്തി വേണമെങ്കിൽ ഇത് അലൈൻമെൻറ്റ് ഉണ്ടല്ലോ. ഇതുപോലെ 2 പ്രാവശ്യം ചുറ്റിയെടുത്തതിന് ശേഷം ഇനി ടൈറ്റ് ആക്കണം. വളരെ സിമ്പിൾ പരിപാടിയാണ്. ഇത് കിട്ടുന്നില്ലടാ വീഡിയോയിൽ. ഇതുപോലെ നമ്മളങ്ങ് ചുറ്റിയെടുക്കുക. വളരെ സിമ്പിൾ പരിപാടിയാണ്. പേടി എടുത്തല്ലേ. അപ്പം വീഡിയോ ആണല്ലേ. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത നമ്മളിപ്പം ചുറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയൊന്ന് കട്ട് ചെയ്യുക. ഒന്ന് കട്ട് ചെയ്ത് വീഡിയോ എടുക്കുന്ന ആളെ നമ്മളെ അമലാന്ന് അവനെ കട്ട് ചെയ്യുന്നത്. അയ്യോ, നമ്മൾ ക്യാമിയ നമുക്ക് ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഇത് നമ്മൾ ഇനി ഇതിപ്പോൾ എങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്യും, ഈ കട്ട് എങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നോക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഇത് നമ്മൾ ചുറ്റിക്കൊണ്ടിട്ട മൂലം നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തു. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു കുരുക്കാക്കി വെച്ചിട്ടുണ്ടായിട്ടേ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഒന്നത് ബെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് മടക്കിയിട്ടില്ലേ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തതിന്. അപ്പോൾ ആ കുരുക്കിൻ്റെ ഉള്ളിൽ കൂടി ഇത് അങ്ങിടണം. ഇതുപോലെ അങ്ങിടുക. വളരെ സിമ്പിളാണ്. നമ്മൾ കെട്ടിക്കൊണ്ടിന്ന് കട്ട് ചെയ്തൊന്നുമില്ലേ, ആ കുരുക്കിൻ്റെ ആ സൈഡിൽ കൂടെ അങ്ങോട്ട് ഇടുക. ഇട്ടതിന് ശേഷം അതിൻ്റെ ബാക്കി താഴേക്കുന്ന വള്ളിയില്ലേ, അതിങ്ങനെ സിമ്പിളായിട്ട് തലയ്ക്ക് വലിച്ച് ടൈറ്റാക്കി അത് അവിടെ നിന്നുക. പരിപാടി ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ പരിപാടിയാണ്. നിങ്ങൾ കാണുന്നുണ്ടതാ നല്ല ടൈറ്റിലായി സംഗതി ആകും. നമ്മളിതാ ഈ സാധനം ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നു. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് വുഡ്ഫില്ലിൻ്റെ ഗമ്മാണ്. അപ്പം നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഈ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് ഒരു ഡ്രോപ്പ് ഇട്ട് നല്ല പവറിൽ പശയാണ്. നല്ല ഭയങ്കര സ്ട്രോങ് ആണ് ഇത്. ഇതുപോലെ നമ്മൾ ഇത് പശ ഇടുന്നതെന്ന് വെച്ചാൽ ഇനി ഇതിപ്പോൾ അനങ്ങൂല. നമ്മൾ ധൈര്യത്തിൽ നമുക്ക് കളിക്കുമ്പോൾ ഒരു പേടിയും വേണ്ട. സാധനം നൂറ് കെട്ടിയതിനെ അനങ്ങൂല. ഞാൻ പറയുന്ന അത്ര ക്ലിയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വീടിൻ്റെ സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ സൈഡിൽ റോഡാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതുണ്ട്. കാരണം നമ്മൾ പശ ഇതുപോലെ ഇതിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ
എല്ലാ ഭാഗത്തും എത്തിച്ച് കൊടുക്കുക. ഇതുപോലെ പശയിട്ട് വെക്കുക. ഇത് ഉണങ്ങാൻ വേണ്ടി ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ഒരു കെട്ട് കൊടുക്കും, ഇനി ഒരു കെട്ടും കൂടി ഇത് കൊടുക്കും. അപ്പോൾ സംഭവം കണ്ടില്ലേ? അപ്പോൾ അത് നമ്മളൊരു കെട്ട് കെട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒരു കെട്ടും കൂടി ഇത് കൊടുക്കാണ്ട് നമുക്കത് നോക്കാം. പിന്നെ ഇത് എന്തിനാണ് കെട്ട് കഴിഞ്ഞാൽ സ്ട്രോങ് ആയി ബാറ്റ് കുറച്ച് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾക്കറിയാം ഇത് ഉള്ളിൽ കനവില്ലാത്ത സാധനമാണ്. അപ്പോൾ ഇത് കളിക്കുന്ന സമയത്ത് ബോളൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് പറഞ്ഞാൽ വാങ്ങിയാൽ തന്നെ കീറുന്നില്ല, ചില വുഡെല്ലാം നമുക്ക് ഒന്ന് ഗ്യാരണ്ടി വരാൻ പറ്റില്ല. അപ്പോൾ കീറിപ്പോകാൻ സാധ്യത. അത് കീറിപ്പോകാണ്ട് നമുക്ക് അതിനെ ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കെട്ട് കെട്ടുന്നത്. സ്ട്രോക്ക് കൂടാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതിനെക്കൊണ്ട് ഞങ്ങൾക്ക് വലിയ ധാരണയൊന്നുമില്ല. നമ്മൾ വിചാരിക്കുന്നത് ഇതാണ്. അപ്പോൾ അടുത്തൊരു കെട്ടും കൂടി ഉണ്ട്. ഇതാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.